തൃശൂർ പാലിയക്കരയിൽ ടോൾ പിരിവ് തടഞ്ഞുള്ള ഉത്തരവ് ഹൈക്കോടതി നീട്ടിയിരിക്കുന്നു. തകർന്ന റോഡ് നന്നാക്കിയിട്ട് വരൂ എന്നാണ് ഹൈക്കോടതി പറഞ്ഞത്. മുരിങ്ങൂരിലെ സർവീസ് റോഡ് തകർന്നത് ചൂണ്ടിക്കാട്ടിയാണ് കോടതിയുടെ ഈ നടപടി. ബിനിൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും, ലിഷോയ് പാലിയക്കരയിൽ നിന്നും. ആദ്യം ബിനിലേക്ക്. ബിനിൽ, എന്തായാലും കോടതി കൃത്യമായി കാര്യങ്ങൾ പഠിക്കുന്നു. സർവീസ് റോഡ് തകർന്നടക്കം ചൂണ്ടിക്കാട്ടി കോടതി പറയുന്നു, ആദ്യം കാര്യങ്ങളൊക്കെ പരിഹരിക്കൂ, ജനങ്ങൾ മര്യാദയ്ക്ക് ആ പാതയിലൂടെ ഒന്ന് വാഹനം ഓടിച്ചു പോയി തുടങ്ങട്ടെ, എന്നിട്ട് നിങ്ങൾ ടോൾ പിരിച്ചാൽ മതി. എന്തൊക്കെയായിരുന്നു NHAയുടെ വാദം? എങ്ങനെയാണ് കോടതി അതിനെയൊക്കെ തള്ളിയത്? ദിവിഷ്, ഇന്ന് രാവിലെ ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖ് ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് കോടതിയിലേക്ക് എത്തിയത് തന്നെ ഇന്ന് ടോൾ പിരിവ് തുടരാനുള്ള ഉത്തരവ് തയ്യാറാക്കിക്കൊണ്ടാണ്. കഴിഞ്ഞ ദിവസം കോടതി ഇന്നു മുതൽ ടോൾ പിരിവ് അനുവദിക്കാമെന്ന് അറിയിക്കുകയും അതിന് ചില വ്യവസ്ഥകൾ ഉണ്ടാക്കുമെന്ന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ഒരു ഉത്തരവ് തയ്യാറാക്കിയവർ കോടതിയിലേക്ക് വരുന്നു. ആ സമയത്താണ് ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട് കോടതിക്ക് മുന്നിലേക്ക് എത്തുന്നത്. ഇന്നലെ മുരിങ്ങൂരിലെ സർവീസ് റോഡ് തകർന്ന് ഗതാഗതം വീണ്ടും താറുമാറായിരിക്കുന്നു എന്നതാണ് ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട്. കഴിഞ്ഞ ആഴ്ച ശരിയാക്കിയ റോഡാണ് ഇന്നലെ തകർന്ന് പോയത്. അതെന്തുകൊണ്ട് സംഭവിച്ചു എന്നതൊക്കെ ദേശീയപാത അതോറിറ്റിയും കരാർ കമ്പനിയൊക്കെ കോടതിക്ക് മുന്നിൽ വിശദീകരിക്കാൻ ശ്രമിച്ചെങ്കിലും കോടതി അതൊന്നും ചെവിക്കൊണ്ടില്ല. കാരണം ഇപ്പോഴും ആ ബുദ്ധിമുട്ട് തുടരുന്നു. ആദ്യം റോഡ് നന്നാക്കൂ, അതിനുശേഷം നിങ്ങൾക്ക് ടോൾ പിരിക്കാമെന്ന ശക്തമായ നിലപാടിലേക്ക് കോടതി പോയി. അതിലേക്ക് കോടതി എത്തിച്ചത് മുൻകാല അനുഭവങ്ങളാണ്. നമുക്കറിയാം, യാതൊരുവിധ അടിസ്ഥാന സൗകര്യങ്ങളുമില്ലാതെ തകർന്ന് കിടക്കുന്ന സർവീസ് റോഡിലൂടെ വാഹനങ്ങൾ കയറ്റിവിട്ട് കോടിക്കണക്കിന് രൂപയാണ് ഈ കരാർ കമ്പനി പിരിച്ചെടുത്തത്. അത് കോടതിയുടെ മുന്നിലുള്ളത് കൊണ്ടാണ് ഇനി റോഡ് നന്നാക്കാതെ ടോൾ പിരിക്കാൻ കഴിയില്ല എന്ന നിലപാടെടുത്തത്. ദേശീയപാത അതോറിറ്റിയും കരാർ കമ്പനിയും ഇന്ന് ടോൾ പിരിവ് അനുവദിക്കുന്നതിന് വേണ്ടി ശക്തമായ സമ്മർദ്ദമാണ് കോടതിയുടെ മുന്നിൽ ചെലുത്തിയത്. ചെറിയ ചെറിയ തടസ്സങ്ങളുടെ പേരിൽ ടോൾ പിരിവ് നിർത്തിവയ്പ്പിക്കരുത് എന്നതായിരുന്നു അവർക്ക് ഇന്ന് കോടതിക്ക് മുന്നിൽ പറയാനുണ്ടായിരുന്നത്. ഈ റോഡിൽ സംഭവിച്ചത് അവിടെ സംരക്ഷണ ഭിത്തി കെട്ടാൻ വേണ്ടി മറ്റൊരു കരാർ കമ്പനി അവിടെ ആഴത്തിൽ കുഴിയെടുത്തപ്പോൾ റോഡ് തകർന്നതാണ്, അല്ലാതെ റോഡ് നിർമ്മാണത്തിലെ തകരാറല്ല എന്നതായിരുന്നു കരാർ കമ്പനി വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചത്. പക്ഷേ അതൊന്നും കോടതിക്ക് മുന്നിൽ വിലപ്പോയില്ല. കാരണം ജനങ്ങളുടെ ബുദ്ധിമുട്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് കോടതി ഇന്ന് എടുത്തു പറഞ്ഞു. കാരണം ഇതുവരെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ പാലിയക്കരയിൽ ഒരു അടിസ്ഥാന സൗകര്യങ്ങളും ഇല്ലാതെയാണ് കോടിക്കണക്കിന് രൂപ പിഴിഞ്ഞെടുത്തത്. അതിലാണ് ഹൈക്കോടതി ഇടപെട്ട് ഏതാണ്ട് ഒരു മാസത്തോളമായി അവിടുത്തെ ടോൾ പിരിവ് തടഞ്ഞു വെച്ചിരിക്കുകയാണ്. അത് വീണ്ടും പുനഃസ്ഥാപിക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നതിനിടെയാണ് ഇന്നലെ മുരിങ്ങൂരിൽ കൃത്യമായും ആ സർവീസ് റോഡ് തകർന്നു പോയത്. അത് ഇന്നലെ തകർന്നില്ലായിരുന്നുവെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് അത് അടുത്ത ദിവസം എപ്പോഴെങ്കിലും ആയിരിക്കും തകരുന്നത്. അപ്പോൾ ഇവർ വീണ്ടും ടോൾ പിരിവുമായി മുന്നോട്ട് പോകുമായിരുന്നു. എന്തായാലും ആ ഉത്തരവ് വരുന്നതിന് മുമ്പ് ആ റോഡ് നിർമ്മാണത്തിലെ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിർമ്മാണ പ്രവൃത്തിയുടെ മോശ അവസ്ഥ ജനങ്ങൾക്കും കോടതിക്കും ബോധ്യപ്പെട്ടു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശരി, ഇനി ലിഷോയിലേക്ക് കൂടി. ലിഷോയ്, നേരത്തെ അവിടെ നിന്ന് ആളുകളുടെ പ്രതികരണം കേട്ടിരുന്നു അല്ലേ? വളരെ രോഷത്തോടു കൂടി തന്നെയാണ്. പാലിയക്കരയിൽ എപ്പോഴും പ്രശ്നമാണ്, പ്രത്യേകിച്ചും സമീപവാസികൾക്ക് പലപ്പോഴും ടോൾ ഈടാക്കുന്നു. പിന്നെ അതിൽ കുറേ ഇടപെടലൊക്കെ സംഭവിച്ചു. എന്തായാലും അവിടുത്തെ ഈ റോഡ് പ്രശ്നങ്ങൾ ആ എനിക്കൊരു 10-20 കിലോമീറ്റർ ചുറ്റളവിലുള്ളവരെങ്കിലും ദിവസം ബുദ്ധിമുട്ടിലാക്കുന്നതാണ് അല്ലേ? ഒരു ജോലിക്ക് പോകുന്നതാണെങ്കിലും പഠിക്കാൻ പോകുന്നതൊക്കെ പ്രശ്നത്തിലാക്കുന്നതാണ്. എന്തായാലും ടോൾ കൊടുക്കാതിരിക്കുന്നതെങ്കിലും ഒരു ചെറിയ ആശ്വാസം, റോഡ് കുഴിയാണെങ്കിൽ അല്ലേ? തീർച്ചയായും. അതായത് ഇതിൽ എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ സർവീസ് റോഡുകളൊക്കെ തന്നെ ഇപ്പോൾ താൽക്കാലികമായ അറ്റകുറ്റപ്പണി നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇത് എത്ര നാൾ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇത് ഈ മുരിങ്ങൂരിലെ കാര്യം തന്നെ നോക്കുകയാണെങ്കിൽ മുരിങ്ങൂരിൽ കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ ഈ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിന് വേണ്ടി സർവീസ് റോഡുകളൊക്കെ തന്നെ അറ്റകുറ്റപ്പണി നടത്തി. പക്ഷേ ഇന്നലെ പുലർച്ചെയാണ് ഈ സർവീസ് റോഡ് വീണ്ടും ഇടിഞ്ഞത്. അങ്ങനെ ഇടിഞ്ഞതിനെ തുടർന്ന് ആ വഴിയുള്ള 2 വരി പോയിരുന്ന ഗതാഗതം ഒറ്റ വരിയായി പോകേണ്ട സ്ഥിതിയാണ്. മാത്രമല്ല ഇനിയും അത് ഇടിയാനായുള്ള സാധ്യതയുണ്ട്. കാരണം മറ്റൊന്നുമല്ല, ടൺ കണക്കിന് ഭാരമുള്ള വാഹനങ്ങളാണ് അതുവഴിയൊക്കെ തന്നെ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ റോഡ് ഏത് സമയവും പഴയ പോലെ ആകാം, അല്ലെങ്കിൽ ഇടിഞ്ഞു പോകാം എന്നുള്ളൊരു സ്ഥിതിയാണ് നിലവിലുള്ളത്. ഈ കരാർ കമ്പനിയും NHAയും ഒക്കെ പറയുന്നത് അവിടെ പണി നടത്തുന്നത് മറ്റൊരു അടിപ്പാത നിർമ്മാണമൊക്കെ തന്നെ നടത്തുന്നത് മറ്റൊരു കരാർ കമ്പനിയാണ്. ടോൾ പിരിക്കുന്നത് GIPL ആണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ടോൾ പിരിക്കാൻ അനുമതി. പക്ഷേ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആരാണ് ടോൾ പിരിക്കുന്നതെന്നോ ആരാണ് ഇതൊക്കെ തന്നെ നിർമ്മാണം നടത്തുന്നതെന്നോ അവരുടെ ഒരു പ്രശ്നമല്ല. കാരണം അവർക്ക് നല്ല റോഡ് വേണം. നമുക്ക് ഇതിലൂടെ സഞ്ചരിക്കുമ്പോൾ ഈ ടോൾ നൽകുന്നതിന് തക്ക അല്ലെങ്കിൽ അതിന് കൃത്യമായ തരത്തിലുള്ള നിലവാരമുള്ള റോഡുകൾ വേണമെന്നുള്ളതാണ്. പക്ഷേ ഇതിപ്പോൾ ഇന്ന് ഈ ഒരു വിധി വരുന്ന സമയത്ത്
അല്ലെങ്കിൽ ഈ ഒരു കോടതി കേസ് പരിഗണിക്കുന്നതിന് തൊട്ട് മുൻപ് ഇന്നലെയാണ് ഈ റോഡ് ഇടിഞ്ഞത്. എല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇവർ ടോൾ പിരിവ് ആരംഭിക്കും, വീണ്ടും അവിടെ റോഡ് പഴയ പോലെ തന്നെയാകും. പക്ഷേ കോടതിയിൽ വിധിയുടെ അടിസ്ഥാനത്തിൽ അവർ പിരിവ് തുടരുകയും ചെയ്യും. നാട്ടുകാരപ്പോഴും ദുരിതത്തിലാവുക തന്നെ ചെയ്യും. എന്തായാലും ഇപ്പോഴത്തെ ഒരു കോടതിയുടെ നിലപാട് ആശ്വാസകരമാണ്. ഇനിയിപ്പോൾ ഈ റോഡൊക്കെ തന്നെ കൃത്യമായി നന്നാക്കിയിട്ട് മാത്രം ഈ ടോൾ പിരിവ് നടത്തിയാൽ മതി എന്നുള്ള നിലപാടിൽ എല്ലാവർക്കും തന്നെ സന്തോഷം തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. അഥവാ ഇനിയിപ്പോൾ വീണ്ടും ടോൾ പിരിവ് പുനഃസ്ഥാപിക്കുകയാണെങ്കിൽ പോലും അവിടെയൊക്കെ തന്നെ 4 ഇടത്താണ് മേൽപ്പാതയുടെയും അടിപ്പാതയുടെയും ഒക്കെ തന്നെ ജോലികൾ നടക്കുന്നത്. അവിടെയൊക്കെ തന്നെ സർവീസ് റോഡിലൂടെ പോകണം. ഈ ടോള് നൽകി മുഴുവൻ ടോളും നൽകി സർവീസ് റോഡിൽ പോകുന്നത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതിലും ഒരു കൃത്യമായ ഒരു നീതി ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്നത്. എന്തായാലും ജനങ്ങളെ സംബന്ധിച്ച് ആശ്വാസകരമായ തീരുമാനം തന്നെയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായി.